വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ റോളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 4 ബ്രെഡ് നമുക്ക് പൊടിച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. 1 കപ്പ് മൈദ, ഇനി ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്റർ ആക്കിയെടുക്കാം. ഇതുപോലൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. അടുത്തതായി പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ചുടച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇനി ഇത് തണുക്കാൻ വെക്കാം. തണുക്കുന്നതിന് വേണ്ടി മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദമാവിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യും. മൈദ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ പ്ലേറ്റ് അടുത്തതായി ഒരു ഗ്യാസ് ഓണാക്കി അതിന് മേലെ ഒരു ദോശത്തവ വെക്കാം. തവ ചൂടായിട്ടുണ്ട്. ഇനി ഗ്യാസ് മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു സ്പൂൺ മാവൊഴിച്ച് ദോശയാക്കിയെടുക്കാം. റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായി വെച്ചു കൊടുക്കാം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം.